ഒക്ടോബർ 6, 2022 എൻ്റെ ഒരു ഫ്രണ്ടും വേടൻ്റെ ഫ്രണ്ട്സും കൂടെ എൻ്റെ അപ്പാർട്ട്മെൻറ്റിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു ഹാങ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഫസ്റ്റ് ഡേ വേടനും ഈ കുട്ടിയും തമ്മിൽ ജസ്റ്റ് പരിചയപ്പെട്ടു എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഡേ ഇവൻ മദ്യപിച്ചിട്ടുണ്ടായിരുന്നു. ഇവൻ കുറേ നേരമായിട്ട് ഈ കുട്ടീനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. പ്രത്യേകിച്ച് പ്രൈവറ്റ് പാർട്സിലേക്ക് നോക്കുന്നതൊക്കെ ഞാൻ ശ്രദ്ധിച്ചു. ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഒരുമിച്ച് റൂമിലേക്ക് ചെന്നപ്പോൾ അവൻ പറഞ്ഞ എനിക്ക് സെക്ഷലി താല്പര്യമുണ്ട്, അവളെ വിളിച്ചോണ്ട് വരണം എന്ന് പറഞ്ഞിട്ട്. എനിക്കത് ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. അപ്പോൾ നീ ചെയ്തില്ലെങ്കിൽ ഞാൻ പോയി ചെയ്യും എന്നുള്ള രീതിയിൽ പറഞ്ഞു. അവൻ വാതിൽ തുറന്നിട്ട് പോകാൻ പോയി അവളുടെ റൂമിലേക്ക്. അപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെയൊന്നും ചെയ്യല്ലേ എന്ന് പറഞ്ഞിട്ട് അവൻ പറഞ്ഞത് നാളെ ഞാൻ പോയി ചോദിച്ചോളാം. ഏതെങ്കിലും ഒരു അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു കുട്ടിയെ കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ഭയങ്കര സെക്സി കാലാണ്, ഭയങ്കര സെക്സി ജോലൈനാണെന്നൊക്കെ പറഞ്ഞ് കുറേ പുകഴ്ത്തും. സെക്ഷൽ ടോണിലാണ് മുഴുവൻ ചോദിക്കുന്നതും പറയുന്നതൊക്കെ. സ്ത്രീകളെ മൊത്തത്തിൽ കാണുന്ന അങ്ങനെയാണെന്ന് തോന്നിയിട്ടുണ്ടോ? ഒരു ഒബ്ജക്റ്റായിട്ട് മാത്രം ഒരു കളിപ്പാട്ടം പോലെ കാണുന്നു. യൂസിങ് ആൻഡ് ത്രൂയിങ് എന്നുള്ള രീതിയിലാണ് ബേസിക്കലി സ്ത്രീകൾ തുണി അയച്ചിട്ട് കാണിച്ചാൽ മതി എന്നുള്ള രീതിയിലാണ് പറയുന്നത്. ഒരു യാട്ടിലൊരു പെണ്ണിന് കയറണമെങ്കിൽ ഒരു ബിക്കിനി ഇട്ടാൽ മതി, ആണുങ്ങൾ നന്നായിട്ട് വർക്ക് ചെയ്താൽ മാത്രമേ കയറാൻ പറ്റത്തുള്ളൂ എന്ന്. ഇപ്പോൾ പറയുന്നത് അംബേദ്കർ യൂണിവേഴ്സിറ്റി എസ്റ്റാബ്ലിഷ് ചെയ്യും എന്നൊക്കെയാണല്ലോ പറയുന്നത്. പക്ഷേ അവൻ എന്നോട് പറഞ്ഞത് എനിക്ക് ഒരുപാട് കാശിട്ടാണ് ഞാൻ ജമൈക്കയിൽ നിന്ന് കുറേ പെൺപിള്ളേരെ ഇറക്കുമതി ചെയ്യും, എന്നിട്ട് അവരെ പിടിച്ചുകൊണ്ട് നടക്കും. സ്ത്രീകളെ കാണുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെക്ഷൽ ഒബ്ജക്റ്റ് ആയിട്ട് മാത്രം. ഈ സമയത്തൊക്കെ ഞാൻ വിചാരിച്ചിരിക്കുന്നത് ഇവരെന്നെ കല്യാണം കഴിക്കും എന്നാണ്. ഹി ഈസ് ആക്ച്വലി ഹണ്ടിങ് വിമൻ.